എക്സസൈസ് ഒക്കെ ഫുള്ള് ചെയ്ത് നോക്കി. ചാപ്റ്റർ അതിൽ ഭയങ്കര കുറച്ചൊക്കെ വായിച്ചു. ഇന്ന് നമ്മളെ കൂടെ ഉള്ളൊരു സ്പെഷ്യൽ ആളാണ്. ഇപ്പോൾ എക്സാക്ട്ലി സ്പീക്കിംഗ് ഒരു മാസം മുന്നേ തൊട്ടിട്ട് മീഡിയയിലാണെങ്കിലും ഇന്റർവ്യൂസിലാണെങ്കിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. വേറൊരു ഇൻട്രൊഡക്ഷൻ വേണം എന്നെനിക്ക് തോന്നുന്നില്ല. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ഐഷ, the NEET 2020 All India 12th rank holder and Kerala first rank holder. വെൽക്കം. അപ്പോൾ എനിക്കിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഞാനിങ്ങനെ ഇന്റർവ്യൂ ചെയ്യണം എന്ന് ആലോചിച്ചപ്പോൾ ഇങ്ങനെ എങ്ങനെയാ പഠിച്ചത്, സ്ട്രാറ്റജീസ് എന്തൊക്കെയാ, അതൊക്കെ ചോദിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ മുന്നേ ഫസ്റ്റ് ആയിട്ട് എനിക്ക് എൻ്റെ ഒരു ക്യൂരിയോസിറ്റി ചോദിക്കുകയാണ്, ഇതിപ്പോൾ എത്രാമത്തെ ഇന്റർവ്യൂ ആണ്? ഏകദേശം ഒരു വല്ല കണക്കുണ്ടോ? അങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ ചോദിച്ചത് അങ്ങനെ സാധാരണ പറയുന്ന ഇന്റർവ്യൂ പറയുന്നവർ പറഞ്ഞാൽ പോരെ എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. അപ്പൊ എങ്ങനെ മടുത്താ, ഇങ്ങനെ എന്താ, അതോ എന്താണ് എക്സ്പീരിയൻസസ് എന്തൊക്കെയാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്ത്? അതായത് ഇപ്പോ എന്താ, ഇതുവരെ ഒരു കഴിഞ്ഞ മാസം വരെ ഒരു ആളും ബഹളമൊന്നുമില്ലാത്ത സ്ഥലം പെട്ടെന്നൊരു റിസൾട്ട് വരുന്നു, ഫുൾ ആളായി ബഹളായി, ഫുൾ ഇന്റർവ്യൂസ് ആയി, മീഡിയാസ് ആയി, അതിന്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? സ്റ്റാർട്ടിങ്ങിലൊക്കെ ഭയങ്കര പിന്നെ കുറെ ആൾക്കാർ കാണാൻ വരുന്നു, അങ്ങനെയൊക്കെയാണോ? അതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാം. പിന്നെ മനസ്സിലായി ഇങ്ങനെ ഫ്ലോയിലും പോകുന്നു. ആ ടെൻഷൻ ഉണ്ടായിരുന്നു ആദ്യം, എന്ത് പറയും, എങ്ങനെ പറയും? ഫസ്റ്റ് മീഡിന്റെ മുന്നിലൊക്കെ ഒരു എത്ര ആൾ ടെൻഷൻ. അപ്പൊ ആദ്യം ഒരു ഷോട്ട് എടുത്തപ്പോ തന്നെ പറഞ്ഞു ഇങ്ങനെയല്ല, എല്ലാം സ്പെസിഫിക് ആയിട്ട് പറയണം, ഇങ്ങനെ അങ്ങനെ കൊറേയൊക്കെ ഓരോ പറഞ്ഞു. ഓക്കെ, അങ്ങനെ പറഞ്ഞ് ഇമ്പ്രൂവ് ചെയ്തതാണ്. അപ്പൊ എവിടെയാ സ്കൂളൊക്കെ എവിടെയാ പഠിച്ചതൊക്കെ? +1+2 അവിടെ തന്നെയാണ് പഠിച്ചത്. അപ്പൊ എന്തൊക്കെയാണ്, അതായത് +1+2 കൂടെ തന്നെ പഠിച്ചിരുന്നു അല്ലെ, എൻട്രൻസിന് വേണ്ടിയിട്ട്? അപ്പോ എന്താണ്, അതായത് സ്കൂൾ കാലം തൊട്ടിട്ടേ, ഇപ്പൊ 1ാം ക്ലാസ് തൊട്ടിട്ടേ സ്കൂളിലെ ടോപ്പർ, അങ്ങനെ, അതായത് അങ്ങനത്തെ ഒരു പൊതുവെ എല്ലാവർക്കും ഒരു ഇമേജ് ഉണ്ട്. അതായത് കുട്ടിക്കാലം തൊട്ടേ ഇങ്ങനെ ടോപ്പറായി വന്നവർക്ക് മാത്രമേ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ എൻട്രൻസ്, അങ്ങനെയൊക്കെ ഒരു പൊതുവെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരാളായിരുന്നു അതോ +1+2 നല്ല പഠിക്കാൻ തുടങ്ങി? അപ്പൊ അങ്ങനെയുള്ളവർക്കും ഇങ്ങനെ ഫസ്റ്റ് റാങ്ക് ഒക്കെ ആവാം, അതായത് ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും ഉണ്ട് എന്നുള്ളൊരു ഇതാണ് ഉള്ളത്. അപ്പൊ ഈ ഇപ്പൊ ഒരു കണ്ടുവരുന്ന ട്രെൻഡാണ് നമ്മുടെ എന്താ, ഈ 6th 7th തൊട്ടിട്ട് ഈ പിഗിരി കുട്ടികളെ തന്നെ പിടിച്ച എൻട്രൻസ് കോച്ചിങ്, മെഡിസിൻ ആണോ എഞ്ചിനീയറിംഗ് ആണോ വേണ്ടി ഇപ്പൊ തന്നെ ചോദിക്കാം. അതായത് 5ാം ക്ലാസ് തൊട്ടിട്ടേ ഒരു JEE-ക്ക് വേണ്ടി പഠിക്കുക അല്ലെങ്കിൽ നീറ്റിന് വേണ്ടി പഠിക്കുക, അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട് ഇപ്പൊ. അതിനെ പറ്റി എന്താണ് അഭിപ്രായം? അങ്ങനെ സംഭവം വേണോ? അങ്ങനെ +1+2 കിട്ടുന്ന ടൈം നല്ല യൂട്ടിലൈസ് ചെയ്യാം. +1+2 തന്നെ നല്ലോണം വർക്ക് ചെയ്താണെങ്കിൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പത്തെ എൻജോയ്മെന്റ് കുറച്ച് എൻജോയ്മെന്റ് ഒരുപാട് ഒഴിവാക്കേണ്ടി വന്ന ഒരാളെ പോലെ അല്ലെ. +1+2 അങ്ങനെ ടൂറിനൊന്നും പോകാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പൊ അതിനേക്കാൾ ഹാപ്പി അല്ലേ അല്ലെ, ഫസ്റ്റ് റാങ്ക് കിട്ടി, എല്ലാവർക്കും അറിയാം. അങ്ങനെ പിന്നെ ഈ അതായത് ഇപ്പൊ +1+2 മാറി റിപ്പീറ്റിങ്ങിനായി. അപ്പൊ ഒരു ഇതാണ്, അതായത് റിപ്പീറ്റിംഗ് ഇങ്ങനെ ഇരുന്ന് പഠിച്ച്, അതായത് വേറെ ആരോടും ചിരിക്കാണ്ട് സംസാരിക്കാണ്ട് ഇങ്ങനെ നേരെ മാത്രം നോക്കി നടന്ന് ബുക്ക് മാത്രം, അങ്ങനെ ഒരു ഇതില് പഠിക്കേണ്ട ആവശ്യം ഉണ്ട് എന്നുള്ളൊരു അഭിപ്രായമുള്ള ആളാണോ? അതായത് അങ്ങനത്തെ ഇതില്ല, പഠിക്കുന്ന ടൈമില് നല്ല പഠിക്കാം, ക്ലാസ്സിലൊക്കെ നമ്മള് നല്ല ജോലി തന്നെ ആണെങ്കിലും. പിന്നെ ഹോസ്റ്റലിലെത്തിയാല് എല്ലാരും പഠിക്കുമ്പോ നല്ല കൂടെ പഠിക്കുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോ, അതായത് +1+2 ലൈഫും റിപ്പീറ്റിംഗ് ലൈഫും കമ്പയർ ചെയ്യുമ്പോ എന്താണ് തോന്നുന്നത്, ഏതാണ് കൂടുതൽ എൻജോയ് ചെയ്തത്? +1+2 ഫുൾ ഒരു ബിസി പോലെ, റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ചും കൂടി രസം. ഹോസ്റ്റലിൽ എല്ലാരും ഉണ്ടാവും, റിപ്പീറ്റിംഗ് ആണ് രസം. എന്റെ ഫ്രണ്ട്സിനും അങ്ങനെ സൂപ്പർ റിപ്പീറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. റിപ്പീറ്റിനെക്കാട്ടി കുറച്ചും കൂടി എൻജോയ് സൂപ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഉള്ളൊരു ഇതാണ്, അതായത് എപ്പോഴും റിപ്പീറ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു ഇതാണ് എല്ലാവർക്കും. അയ്യോ റിപ്പീറ്റ് ചെയ്ത് വന്നതാണോ, ഭയങ്കര സ്ട്രെസ് അല്ലേ, അങ്ങനെ പഠിച്ച ആളല്ല. വീട്ടിലൊക്കെ കോൺഫിഡൻസ് കിട്ടുണ്ടാവും, പഠിച്ചു. ഇപ്പോ അത് പൊതുവേ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നവർക്കാണെങ്കിലും +1+2 പഠിക്കുന്നവർക്കാണെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ ഒരു ബാറ്ററി ഡൗൺ ആവും. അതായത് എന്നെ കൊണ്ട് ഇത് പറ്റില്ല, ഇത്രയും സിലബസ് ഉണ്ട്, അത് ഉണ്ട്, +1+2 അത്യാവശ്യം പഠിക്കാനുണ്ടല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ബാറ്ററി ഡൗൺ ആവുന്ന ഒരു പ്രശ്നം, അതായത് ഇനി എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ നിർത്തുകയാണ്, അങ്ങനെ ഉള്ളൊരു പോയിന്റ് ഉണ്ടാവില്ലേ, അത് ഐഷയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും ആയിട്ടോ? അങ്ങനെ ഇതായിട്ടോ? അങ്ങനെയൊക്കെ ഉണ്ടാവാൻ റെഗുലർ എക്സാം നടത്തുമ്പോ എല്ലാത്തിനും നമ്മൾ വിചാരിച്ച ടോപ്പ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, എപ്പോഴും ഫസ്റ്റ് റാങ്ക് ആയിട്ട് വന്ന ഒരാളല്ല. അങ്ങനെ നമുക്ക് എന്തായാലും
അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളവരോട് സംസാരിക്കാം. എനിക്കത് കിട്ടുണ്ടാവൂലേ, ഈ എക്സാം അല്ലേ, നീറ്റിന് നല്ലോണം എഴുതാൻ പറ്റൂലേ, ആ ഒരു ഫീലിംഗ്. അപ്പൊ അങ്ങനെ സപ്പോർട്ട് ആയിട്ട് ഒരുപാട് പേര് അങ്ങനെ ആണെങ്കിലും ആരാണെങ്കിലും അങ്ങനത്തെ അതെ. ഇപ്പൊ അങ്ങനെ ഇപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ +1 +2 പഠിക്കുന്നവർക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അത് ഇങ്ങനെ ഡൗൺ വരുമ്പോ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ തളർന്നു പോകുമ്പോ അങ്ങനെ പോകുന്നുള്ള പോയിന്റ് എത്തുമ്പോ എന്താണ് ചെയ്യേണ്ടത് ഉള്ളൊരു എന്തെങ്കിലും ഉപദേശമായിട്ട് അതൊരു നിന്റെ ഒരു ഐഷ ചെയ്ത ആ ഒരു ഇതിന്ന് എക്സ്പീരിയൻസ് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ? കൊറേയൊക്കെ നമ്മൾ സെൽഫ് കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക, ഇത് എനിക്ക് പറ്റും, ഇപ്രാവശ്യം അടുത്ത എക്സാമിന് നമ്മള് മേലെ വരും, ആ ഒരു പ്രതീക്ഷ ഒന്നും പോട്ടെ, നീറ്റല്ലോ എന്നുള്ളൊരു ഇതാണ്. നീറ്റിന് നല്ലോണം എഴുതാൻ പറ്റും, അത് എല്ലാവർക്കും അതാണ്. അതായത് എല്ലാ എക്സാമും ഒരു നീറ്റ് പോലെയാണ് കാണുന്നത്. അത് കാണണം, പഠിക്കുമ്പോൾ അത് കാണണം, പക്ഷെ റിസൾട്ട് വരുമ്പോ അത് നീറ്റ് അല്ല എന്നുള്ളൊരു ഇതിലങ്ങനെ എടുത്താൽ മതി. ഏതും അതിന്റെ സീരിയസ്നെസ്സിൽ പഠിക്കാം. റിസൾട്ട് വരുമ്പോ കുറവാണ്, ഇത് നീറ്റ് അല്ലല്ലോ, ഇനി വരുമല്ലോ എക്സാംസ്. ഓക്കെ. പിന്നെ ഇതില്ലേ നമ്മളുടെ ഈ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്, അതായത് നമ്മളിപ്പോൾ +1 +2 കഴിഞ്ഞു, റിപ്പീറ്റിംഗ് കഴിഞ്ഞു, നല്ല റാങ്ക് കിട്ടി, അപ്പോൾ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതിന് എന്തെങ്കിലും കൺഫ്യൂഷനോ, അതായത് ഇതെടുക്കണോ അതെടുക്കണോ അങ്ങനെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അതോ ആദ്യം ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് എയിംസ് ഡൽഹിയിലാണ്, അടുത്ത ആഴ്ച അല്ലേ, അടുത്ത ആഴ്ച പോകാൻ വേണ്ടി എല്ലാ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വല്ല അതായത് ഒരു കൺഫ്യൂഷൻ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? അത് എന്തുകൊണ്ടാണ് ഈ എയിംസ് ഡൽഹി എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് എത്തിയത്? ഫസ്റ്റ് അറ്റംപ്റ്റിൽ ജസ്റ്റ് മിസ്സായപ്പോൾ വാശി ചെയ്യുന്നു, ഇന്ത്യയിൽ നല്ലൊരു ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പഠിക്കണം, എന്തായാലും ഒരു കൊല്ലം പഠിക്കണം, അതെന്തായാലും മാക്സിമം ട്രൈ ചെയ്യാന്നുള്ളതായിരുന്നു. അങ്ങനെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എയിംസിന് വേണ്ടിയിട്ട് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ. ഇവിടെ വേറെ പോയിരുന്നോ, എയിംസിൽ പോയിരുന്നോ ഈ അടുത്ത്? പോയിരുന്നു, 10th പോയിരുന്നു. ഈ +1 +2 ഒരുമിച്ച് പഠിക്കുമ്പോഴേ അതായത് പലർക്കുള്ള കൺഫ്യൂഷനാണ് ഈ തിയറി എൻട്രൻസും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകും. അതായത് ഒരു പോയിന്റ് എത്തുമ്പോൾ അവർ വിചാരിക്കും അല്ലെങ്കിൽ എനിക്കിനി ഞാൻ തിയറി പഠിച്ചാൽ മതി, തിയറി പഠിച്ചില്ലെങ്കിൽ +1 +2 മോശമാവും, അപ്പൊ എനിക്ക് ഇനി എൻട്രൻസിൽ നോക്കണ്ട, അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ട്. അങ്ങനെ പറ്റില്ല അങ്ങനെ അതൊരു ശരിയാണോ? അത് +1 +2 കൂടെ തന്നെ പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് ആയിഷയ്ക്ക്? +1 +2 കിട്ടാവുന്നതേ ഉള്ളൂ. എൻട്രൻസിന് ഓറിയന്റഡ് ആയി പഠിച്ചാല് +1 +2 മാർക്കൊക്കെ താനേ കിട്ടും. അപ്പൊ എല്ലാരും വിചാരിക്കുന്ന അതായത് തിയറിയും എൻട്രൻസും വേറെ തന്നെ ഒരു സംഭവം അല്ല എന്നുള്ളതാണ്. സെയിം സ്ട്രീം തന്നെ, അതായത് തിയറിന്റെ കൂടെ തന്നെ. അപ്പൊ എങ്ങനെയാ ചെയ്തിരുന്നത്? തിയറിയും ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് കൊണ്ടുപോകാണോ ചെയ്തത്? MCQ ചെയ്യാണോ? ഏതൊരു തിയറി പഠിക്കുമ്പോഴും അതിന്റെ ബാക്കിൽ ഒരു ഏത് മെറ്റീരിയൽ ആണല്ലോ അതിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. എന്ത് പഠിക്കുമ്പോഴും ഒബ്ജക്റ്റീവ് കൂടി ചെയ്തിട്ട് അതിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ അത് ശരിക്കും അങ്ങനെ തന്നെ ചെയ്താൽ തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അല്ലേ? ഈ പഠിക്കുമ്പോൾ ഇപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു, ഈ വലിയ വലിയ ബുക്കുകൾ പഠിക്കുന്നവരാണ് കൂടുതൽ റാങ്ക് കിട്ടുക, അവർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. അത് നമുക്കിങ്ങനെ അവര് പഠിക്കുമ്പോ അയ്യോ അവര് വലിയ ബുക്ക് പഠിക്കാം, അങ്ങനെയുള്ളവർ സ്പോട്ട് ചെയ്തൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വിചാരിക്കല്ലോ നമുക്ക് അറിയില്ലല്ലോ ഇങ്ങനെയാണെന്നൊക്കെ തോന്നുന്നു, ഇങ്ങനെ വലിയ ബുക്ക് പഠിച്ചാലേ ശരിയാവുള്ളൂ ഉള്ളതല്ലേ. ഓക്കെ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടോ ആഴ്ചക്ക്? അങ്ങനൊന്നുമില്ല. തരുന്ന മെറ്റീരിയൽസ് വൃത്തിയായിട്ട് പഠിക്കാന്നുള്ളതാ, ചെയ്യുന്നത് വൃത്തിയായിട്ട് പഠിക്കുക, അതന്നെ റിവൈസ് ചെയ്യാം. കാരണം നമ്മൾ ചെയ്തത് തന്നെ ചിലപ്പോൾ നമ്മൾ ലാസ്റ്റിലേക്ക് നോക്കുമ്പോൾ അന്ന് ഞാൻ ചെയ്തില്ല, ഇന്ന് ഓർമ്മ, അപ്പം ചെയ്തത് വൃത്തിയില് സർട്ടിഫിക്കറ്റിലുള്ള റൗണ്ട് ചെയ്യാം, എന്നിട്ട് പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ അതന്നെ റിവൈസ് ചെയ്യാം. ഈ പുതിയ നോക്കുന്നതിനും കാട്ടി പഠിച്ചത് തന്നെ റിവൈസ് ചെയ്യുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒരു റെപ്പിറ്റേറ്റീവ് സ്റ്റഡി എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഇത്. നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് നല്ല വൃത്തിയിൽ പഠിക്കാന്നുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഗൈഡ് അത് പഠിച്ചാലേ കിട്ടുള്ളൂ അങ്ങനൊന്നും ഇല്ല. നമ്മൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയി തോന്നുന്നത് അത് നല്ല വൃത്തിക്ക് പഠിക്കുക, ചെയ്യുന്നത് ഇപ്പൊ എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാ. അതിന്റെ ഇപ്പൊ പുതിയ ബുക്ക് അങ്ങനെ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഒരു ഗൈഡിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ എവിടെയാണോ ചെയ്യുന്ന ആ ഒരു മെറ്റീരിയൽസ് ഉണ്ടാവില്ലേ, അത് തന്നെ വൃത്തിയിൽ ചെയ്യാം. ഡൗട്ട് ഉള്ളത് വട്ടിടാ, എന്നിട്ട് അത് പിന്നെ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന നോക്കാം. ചെയ്തത് റിവൈസ് ചെയ്യാം. പുതിയ കാര്യങ്ങൾ തേടുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ ചെയ്തത് തന്നെ പിന്നെ ചെയ്തപ്പോൾ നമുക്ക് മിസ്റ്റേക്സ് ഒക്കെ എന്താ മനസ്സിലാവും. ഈ 3 സബ്ജക്റ്റ് ആണല്ലോ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അപ്പൊ അതിനെ പറ്റി ഷോർട്ടായിട്ട്, അതായത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഫിസിക്സ് ആണെങ്കിൽ NCERT പഠിക്കണോ, വേറെ ബുക്ക് പഠിക്കണോ, ബയോളജി ആണെങ്കിൽ എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ബുക്ക് പഠിക്കണം, അങ്ങനെ ആകെ ഒരു അങ്ങനെ പരതി നടന്ന് പഠിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അതിലെന്തൊക്കെയാണ് പഠിച്ചത്? ജസ്റ്റ് ഷോർട്ടായിട്ട് ഓർമ്മ വരുന്ന കാര്യങ്ങള്. ബയോ ഒക്കെ NCERT തന്നെ കാര്യമായിട്ട് വായിച്ചത്. പിന്നെ ക്ലാസ്സിലാണെങ്കിൽ NCERT കൊണ്ടുപോയിട്ട് സാറുമാർ പറയുന്ന ടെക്സ്റ്റ് ബേസ്ഡ് ഔട്ട് ആണെങ്കിൽ ആ ടെക്സ്റ്റ് തന്നെ നോട്ട് ചെയ്യുക. ഫുൾ ആ ടെക്സ്റ്റ് ബേസ്ഡ് തന്നെ, അല്ലാണ്ട് പഠിക്കുന്നതിൻ്റെ അടുക്ക് വേറെ ബുക്ക് എടുത്ത് അതിൽ നോട്ട് ചെയ്ത് അതിനെക്കാട്ടി ആ ബുക്ക് തന്നെ എല്ലാം കുറച്ചൊക്കെ സൈഡിൽ നോട്ട് ചെയ്ത്
ഫുള്ള് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താ പഠിച്ചത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് റീഡിങ്ങിൽ കത്താത്തൊക്കെ സെക്കൻഡ് റീഡിങ്ങിലൊക്കെ ബയോ കത്തും. എന്നെ കെമിസ്ട്രി ആണെങ്കിൽ എനിക്കൊരു ചെറിയ പ്രശ്നം ഇനോർഗാനിക് കെമിസ്ട്രി ചെയ്യുന്നു, അത് എനിക്ക് എങ്ങനെ വായിച്ചാലും അങ്ങനത്തെ ഒക്കെ നമ്മൾ എക്സാമിന്റെ അടുത്തേക്ക് വെക്കാം, വീണ്ടും വീണ്ടും വായിച്ചു നോക്കാം. പിന്നെ നല്ലോണം വർക്ക് ചെയ്യാം. ഫിസിക്സ് ഒക്കെ കൂടുതൽ ഞാൻ MCQ ചെയ്യാനാ നോക്കല്. കൺസെപ്റ്റ് ഒരു കുറച്ചൊരു ടൈം കൊണ്ട് റിവൈൻഡ് ചെയ്യും, റിവിഷൻ തന്നെ MCQ ചെയ്യാന്നുള്ള ഇതിലെ ഫിസിക്സ് ഒക്കെ ചെയ്യും. അപ്പൊ ഇങ്ങനെ ക്ലാസ്സിൽ സ്വന്തമായിട്ട് നോട്ട് വെച്ചിട്ടാണോ അതോ അങ്ങനെ മെറ്റീരിയൽസ് ആയിട്ടാണോ, എന്താ പ്രിഫറൻസ് കൊടുത്തിരുന്നോ? സ്വന്തം നോട്ട് എഴുതി അങ്ങനെയാണോ? ചിലതൊക്കെ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ടാക്കിൾ ചെയ്യാൻ ചില സിമ്പിൾ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ക്ലാസ്സിലൊക്കെ പറഞ്ഞില്ല, അപ്പൊ അത് വേറെ നോട്ട് ചെയ്ത് വെക്കാം. ഒരു ക്വസ്റ്റ്യൻ കാണും കത്തും, ഇതാണല്ലോ അപ്ലൈ ചെയ്യേണ്ടത്. കുറച്ച് കുറച്ച് പോയ ക്വസ്റ്റ്യൻസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാ വരാന്ന്, പാറ്റേൺ നമുക്ക് മനസ്സിലാവും. ഫിസിക്സും കെമിസ്ട്രി ഒക്കെ അപ്പൊ എങ്ങനെ NCERT മാത്രമാണോ? NCERT പഠിച്ചിരുന്നോ? എക്സസൈസ് ഒക്കെ ഫുള്ള് ചെയ്ത് നോക്കി. പിന്നെ ചാപ്റ്റർ അതിൽ ഭയങ്കര ഇംഗ്ലീഷ് കൊണ്ട് കുറച്ചൊക്കെ വായിച്ചു. കെമിസ്ട്രി പിന്നെ സാർമാര് പറയും നീറ്റ് അടുക്കുമ്പോല് ഒന്ന് ഫുള്ളൊന്ന് എല്ലാ ചാപ്റ്ററും വായിക്കണം, അതുകൊണ്ട് എല്ലാം വായിച്ചു. ഫിസിക്സ് എക്സസൈസ് ഒക്കെ ഫുള്ള് ചെയ്ത് നോക്കി. പിന്നെ ചാപ്റ്റർ അതിൽ ഭയങ്കര ഇംഗ്ലീഷ് കൊണ്ട് കുറച്ചൊക്കെ വായിച്ചു. കെമിസ്ട്രി പിന്നെ സാർമാര് പറയും നീറ്റ് അടുക്കുമ്പോല് ഒന്ന് ഫുള്ളൊന്ന് എല്ലാ ചാപ്റ്ററും വായിക്കണം, ശ്രമിച്ചു നോക്കണം, കുറച്ച് നോക്കണം. കാര്യമായിട്ട് എക്സസൈസ് ഫിസിക്സ് ടെക്സ്റ്റിലുള്ള എക്സസൈസ് ആണ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് അല്ലേ? അപ്പോൾ ഈ ഇങ്ങനെ ഫോർമുല നോട്ട് ആക്കുക അങ്ങനത്തെ ഇതുണ്ടായിരുന്നോ? അതായത് ഫിസിക്സിന് വേണ്ടി ഈ ഒരു ബുക്ക്, കെമിസ്ട്രിക്ക് വേണ്ടി ഇക്വേഷൻസിന്റെ ബുക്ക്, അങ്ങനെ എന്തെങ്കിലും? പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ അതൊക്കെ ഒരു ബുക്കിൽ നോട്ട് ചെയ്യാം, കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ തോന്നുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ നോട്ട് ചെയ്തിട്ട് പിന്നെ അത് റിവൈസ് ചെയ്യാം, ലാസ്റ്റിലെ എക്സാമിന്റെ അടുത്ത് നമുക്ക് മനസ്സിലാവല്ലോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു സ്പെസിഫിക് ഗൈഡ് അങ്ങനെ ഒന്ന് വെച്ചിട്ടാണോ അതോ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക അങ്ങനെയാണോ ചെയ്തിരുന്നത്? മെറ്റീരിയൽസും ഗൈഡും ഒരുമിച്ച്? ഞാൻ പൊതുവെ ചെയ്യല് ഒരു ചാപ്റ്റർ പഠിക്കുക, നമുക്ക് ഏത് സ്ഥാപനത്തിലാണെന്നതിന്റെ മെറ്റീരിയൽസ് ഒന്നും ഉണ്ടാവില്ല, ആ ചാപ്റ്റർ ബേസ്ഡ് അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണെന്ന് അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ ഇത്ര ടൈം കൊണ്ട് പഠിക്കണം തീർക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ എന്നാലും തീരൂല. എന്നാൽ അത് ഫുള്ള് ക്ലിയർ ചെയ്തിട്ട് തന്നെ അടുത്തയിലേക്ക് കിടക്കാന്നുള്ളതാണ്. അതായത് ടൈമല്ല ഇതാക്കിയിരുന്ന ഇത്ര ചെയ്യണം, ചെയ്ത് തീർക്കണം. അല്ലാണ്ട് പൊതുവെ എല്ലാരും ഇങ്ങനെ ഇത്ര സമയം വരെ പഠിക്കണം, അത് കഴിഞ്ഞ് ബ്രേക്ക്, അങ്ങനെയല്ല. നീ തന്നെ ഈ ഒരു പോർഷൻ വെച്ചിട്ട് അങ്ങനെ രാവിലെ എണീക്കുമ്പോ ഈ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കണം വിചാരിക്കും, മൂന്നെണ്ണം വിചാരിച്ച് രണ്ടെണ്ണേ പറ്റുള്ളൂ, പക്ഷെ നമ്മളത് ആ വൃത്തിക്ക് തന്നെ പഠിക്കണം. ടൈം ഒപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഇങ്ങനെയും പഠിച്ചു പോയത് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ വിചാരിക്കും അതൊക്കെ പഠിച്ചിരിക്കും, പക്ഷെ നമുക്ക് എക്സാം ഹാളിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്ന വരില്ല. ഈ ബയോളജിനെ പറ്റി, ഫിസിക്സും കെമിസ്ട്രി ഇപ്പോൾ പറഞ്ഞു, ഇപ്പൊ ബയോളജിനെ പറ്റി വരുമ്പോൾ ഒരു പൊതുവെ പറഞ്ഞാല് NCERT മാത്രം മതി എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ NCERT മാത്രമാണോ ഉപയോഗിച്ചത് അതോ വേറെ വല്ല സോഴ്സും നോക്കിയിരുന്നോ? അങ്ങനെ എന്തെങ്കിലും? കാര്യമായിട്ട് NCERT ഫോക്കസ് ചെയ്തിട്ടാ പഠിച്ചത്. പിന്നെ നമുക്ക് കുറച്ച് NCERT ബേസ്ഡ് ഔട്ടാന്ന് തോന്നിയാൽ ടെക്സ്റ്റിന്റെ സൈഡിലൊക്കെ നോട്ട് ചെയ്യുക, അതൊക്കെ വായിക്കാം. പിന്നെ നല്ലോണം ഒബ്ജക്റ്റീവ് ചെയ്യണം. അപ്പൊ ഒബ്ജക്റ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം കുറച്ച് നല്ല പുതിയ ഔട്ടും നോളജ് കിട്ടും. ഇപ്പൊ ഈ ബയോളജിയിലൊക്കെ പൊതുവെ NCERT ആണ് പഠിക്കേണ്ടത് എന്നുള്ള. അപ്പോൾ NCERT മാത്രമാണോ പഠിച്ചത് അതോ അതിന്റെ പുറമെ വേറെ വല്ല മെറ്റീരിയൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗൈഡോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഗൈഡൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. NCERT കൺസെപ്റ്റ് നല്ല വൃത്തിക്ക് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാം. അത് സമ്മറി വരെ വായിച്ചു നോക്കുമ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് റീഡിങ്ങിലൊക്കെ ചിലപ്പോൾ സെക്കൻഡ് റീഡിങ്ങിലൊക്കെ കത്ത്. അപ്പം NCERT നല്ല വായിക്കാം. പിന്നെ ക്ലാസ് എടുക്കുമ്പോഴുള്ള എന്തെങ്കിലും NCERT ബേസ്ഡ് ഔട്ട് ആണെങ്കിൽ അതിന്റെ അടുത്ത് എഴുതി വെച്ചാൽ ഒന്നും കൂടി നമുക്ക് കൺസെപ്റ്റ് ക്ലാരിഫിക്കേഷൻ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും മുമ്പായ ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ചിലതൊക്കെ ഉണ്ടാവും ടെക്സ്റ്റിൽ, ചില പിക്ചേഴ്സ് ഒക്കെ ഉണ്ടാവും നമ്മള് ഐഡന്റിഫൈ ചെയ്യാത്ത, അതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കൂലേ, അതൊക്കെ മനസ്സിലാവും. അപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നല്ലതാണ്. അതായത് എക്സ്ട്രാ പോയിന്റ് കിട്ടാനുള്ളതിനേക്കാളും ആ ഉള്ള കാര്യങ്ങൾ നമുക്ക് തറോ ആക്കാനുള്ള ഒരു മീഡിയ ആണ് ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. പലർക്കും ഇപ്പൊ എക്സാമിലൊക്കെ ബയോ സിമ്പിൾ ആ വിചാരിച്ചു പോയത് അതിലേക്കും കൂടുതൽ നെഗറ്റീവ്. അപ്പൊ അത് എന്തായാലും ബയോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഐഷ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ബയോളജി പഠിക്കുമ്പോൾ ബയോളജിന് NCERT ആണ് ദ ബൈബിൾ, നമ്മൾ മാക്സിമം മൊത്തം തറവാക്കുക. പക്ഷെ എന്ന് വെച്ചാൽ NCERT മാത്രം വായിച്ചുകൊണ്ട് കംപ്ലീറ്റ് ആവണം എന്നല്ല അല്ലേ? അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്താലേ അതിലുള്ള പോയിന്റ്സ് തന്നെ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, ആ പോയിന്റ്സ് തന്നെ കുറച്ചും കൂടി ഹൈലൈറ്റ്, എക്സ്ട്രാ പോയിന്റ്സ് കിട്ടാനുള്ളതിനേക്കാളും ആ പോയിന്റ്സ് തന്നെ കുറച്ചും കൂടി ഹൈലൈറ്റ് ആയി കിട്ടും എന്നുള്ളതാണ് ഐഷ പറയുന്നത്. അപ്പോൾ ഐഷ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ബയോളജി ഫിസിക്സ് കെമിസ്ട്രി എങ്ങനെ പഠിക്കേണ്ടതുള്ളതാണ്. അത് ബയോളജി നമ്മൾ മെയിനായിട്ട് NCERT ആണ്, നമ്മൾ ദ
ബൈബിൾ എന്നൊക്കെ പറയുന്നത് മിക്കവാറും NCERT തന്നെയാണ്. അപ്പോൾ NCERT മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. അതിൻ്റെ വേർഡ് ടു വേർഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് അത് പക്ഷെ എന്ന് വെച്ചിട്ട് അത് മാത്രം വായിച്ചുകൊണ്ട് എല്ലാം ആയി എന്നല്ല. അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ ചെയ്താലേ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ കാണാത്ത ഒരുപാട് പോയിന്റ്സ് ഉണ്ടാവും. ഇപ്പോൾ പിക്ചേഴ്സിലാണെങ്കിലും ഡയഗ്രാം ആണെങ്കിലും അല്ലെങ്കിൽ ആ സെൻറ്റൻസിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് പോയിന്റ്സ് കിട്ടും. ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം. പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ കൂടുതൽ പോയിന്റ്സ് കിട്ടുക എന്നുള്ളതല്ല, ആ ടെക്സ്റ്റ് ബുക്ക് തറവാക്കാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പോൾ എന്ന് വെച്ചിട്ട് കുറേ പോയിന്റ് കിട്ടും എല്ലാം ഇരുന്ന് പഠിക്കണം എന്നല്ല. എക്സ്ട്രാ പോയിന്റ്സ് റെലവെന്റ് ആണ് തോന്നുകയാണെങ്കിൽ അവിടെ തന്നെ സൈഡിൽ എഴുതി വെച്ച് അതാവുമ്പോൾ നമ്മൾ പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ ആ പോയിന്റ്സ് തന്നെ നമ്മൾ കാണുന്നുണ്ടാവുക. അങ്ങനെ കണ്ട് നമുക്ക് തറവാവും എന്നുള്ള രീതിയാണ്. അങ്ങനെയാണ് ബയോളജിയിലേക്കുള്ള അപ്രോച്ച് വരുന്നത്. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി പറയുകയാണെങ്കിൽ ഫിസിക്സിൻ്റെ മെയിനായിട്ട് NCERTക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനേക്കാളും NCERTയിലുള്ള എക്സസൈസസും കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എക്സസൈസ് ചെയ്യുക, അഡീഷണൽ എക്സസൈസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ റെഡി ആയാൽ തന്നെ കുറച്ചൊരു പെർസെൻറ്റേജ് റെഡിയാവും. പിന്നെ അതിൻ്റെ കൂടെ MCQs മാക്സിമം ചെയ്യുക. ഓരോ ചാപ്റ്ററിനുള്ള അല്ലേ, അങ്ങനെയല്ല ഏറ്റവും നല്ലത്. ഓരോ ചാപ്റ്ററിനുള്ള നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ തിയറി കോൺസെപ്റ്റ് തറവാക്കാം ആ MCQs ചെയ്തിട്ട്. പിന്നെ കെമിസ്ട്രീൻ്റെ കാര്യം തന്നെ, കെമിസ്ട്രി ശരിക്കും പറഞ്ഞാൽ ഫിസിക്സിനെയും ബയോളജിൻ്റെയും ഹാഫ് പോലെയാണ്. അത് NCERT മൊത്തം വേണോ വെച്ചാൽ വേണ്ട, പക്ഷെ ഒഴിവാക്കണോ വെച്ചാൽ ഒഴിവാക്കാനും പറ്റില്ല. കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ പോയിന്റ്സ് ഉണ്ട്, നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ഉണ്ട്. അതൊരു വൺസ് റീഡ് ചെയ്യുമ്പോൾ അത് മാർക്ക് ചെയ്ത് വെക്കുക. അത് മാർക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ നമ്മൾ വായിക്കുമ്പോൾ ആ പോയിന്റ്സ് തന്നെ നമ്മൾ പിക്ക് ചെയ്ത് പോയിക്കോളും. പിന്നെയും നമ്മൾ ഇരുന്ന് ഫുള്ള് വായിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു പൊതുവെയുള്ള ഒരു ഇതാണ്, അതായത് ഹോസ്റ്റലിൽ പോയി നിന്ന് പഠിച്ചാലാണ് കൂടുതൽ റാങ്ക് കിട്ടുക, അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പം അതിന് എന്താണ്, അങ്ങനെ നിന്നാലേ പഠിച്ചാലേ ശരിയാവുള്ളൂ എന്നാണോ ഐഷൻ്റെ അഭിപ്രായം? അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു എയിമും കറക്റ്റ് ഡിറ്റർമിൻഡ് ആണെങ്കിൽ എവിടെ ആണെങ്കിലും നമ്മൾ വിചാരിച്ചിട്ട് എത്താൻ പറ്റുന്നതേ ഉള്ളൂ. അത് എവിടെ ആണെങ്കിലും നമ്മൾ നമ്മളതായ സ്പേസ് കണ്ടെത്താം. ഇപ്പോൾ വീട്ടിലാണെങ്കിലും എല്ലാം ഒരു കൺട്രോൾഡ് ആയിട്ട് നിൽക്കുക. എനിക്ക് പഠിക്കാനുള്ളതാണ് ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ തന്നെ നമ്മളെല്ലാം നിന്ന് മാറി ഒരു സ്പേസ് കണ്ടുപിടിച്ച് പഠിക്കും. അതൊക്കെ നമ്മള് ഇതുപോലെ ഉണ്ടാവും. അപ്പൊ അതായത് നമുക്ക് പിയർ പ്രഷർ എന്നുള്ള ഇതിനെ പറ്റിയിട്ട് എന്താ, നമുക്ക് ഹോസ്റ്റലിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മള് പഠിക്കുമ്പോൾ അടുത്തൊരു കുട്ടി ഓള് ആ പാഠം പഠിച്ചു തീർന്നല്ലോ, നിന്റെ അത് കഴിഞ്ഞില്ലല്ലോ, ആ ഒരു ടെൻഷൻ ഉണ്ടാവും. വീട്ടിലാകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല. പക്ഷെ രണ്ടും എങ്ങനായാലും വലിയ പ്രശ്നമൊന്നുമില്ല. പിയർ പ്രഷർ നല്ലതാണ് എന്നുള്ളൊരു ആണോ? ചിലപ്പോ നല്ലതാ. ചിലപ്പോ ഈ കുറച്ച് ഉഴപ്പുമ്പൊക്കെ ആണെങ്കിൽ അത് കാണുമ്പോ ഞാൻ ഇങ്ങനെ നടന്നു പഠിക്കുന്നുണ്ട് ഫീലാണ്. ഓക്കെ. ഇപ്പൊ നമ്മള് ഐഷ നിന്ന് പഠിച്ച എങ്ങനെയാ, വീട്ടിൽ നിന്നിട്ടാണോ മെയിൻ ആയിട്ട് പഠിച്ചിട്ടുള്ളത് അതോ ഹോസ്റ്റലിൽ പോയി നിന്ന് അങ്ങനെയായിരുന്നു? റിപ്പീറ്റിന് കൂടുതൽ ഹോസ്റ്റലിൽ. പക്ഷെ ഇപ്പൊ ലാസ്റ്റ് കൊറോണ ടൈമിൽ ഇപ്പം എക്സാം അടുപ്പിച്ച് വീട്ടിൽ തന്നെ ആയിരുന്നു. അല്ല, വീട്ടില് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്തൊരു സ്പേസ് കണ്ടെത്താ. അങ്ങനെ ഒരു ടേബിളും എങ്ങനെ ഒരു വേറെ സെപ്പറേറ്റ് റൂമായിട്ട് അങ്ങനെ തന്നെ നിന്ന് പഠിച്ച അങ്ങനെയായിരുന്നു? ഞാനങ്ങനെ ഇപ്പം ഹോസ്റ്റലിൽ ഇപ്പൊ കുറച്ച് എക്സാം എടുത്തൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ആയിരുന്നല്ലോ. അപ്പൊ ഞാന് ആദ്യം വേറൊരു സ്ഥലത്ത് ഇരുന്നേ പഠിക്കില്ല. അപ്പൊ അവിടുന്ന് റൂം ഷിഫ്റ്റ് ചെയ്ത് അപ്പുറം വന്നിരുന്ന് അങ്ങനെ പഠിക്കില്ല. അപ്പൊ എങ്ങനെയായിരുന്നു ഷെഡ്യൂളൊക്കെ എങ്ങനെയായിരുന്നു മാനേജ് ചെയ്തിരുന്നത്? അതായത് ഇത്ര നേരം പഠിക്കണം, ഇത്ര അങ്ങനെ എങ്ങനെയായിരുന്നു ടൈം ടേബിൾ ഒക്കെ വെച്ച് അങ്ങനെയൊക്കെ ആയിരുന്നോ ചെയ്തിട്ടുണ്ടായിരുന്നത്? 6 hours ഒക്കെ ഉറങ്ങുള്ളൂ. പക്ഷെ ഉറക്ക് തീരെ ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല, ഉറക്ക് ഊക്കുമ്പോഴൊക്കെ ഇത്തിരി ഉറങ്ങും. ഉറങ്ങി അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. 4 മണിക്ക് എണീക്കും. എന്നിട്ട് രാവിലെ എണീക്കും വിചാരിക്കും ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം, നന്ന ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. മാക്സിമം ആ ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. പറ്റിയില്ല എന്ന് വെച്ച് ധൃതി പിടിച്ചൊന്നും പോകണ്ട, പഠിക്കുന്നത് വൃത്തിക്ക് പഠിക്കാം. അപ്പൊ രാവിലെ എണീറ്റ് പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നല്ലേ? എങ്ങനെ ഇത്ര മണിക്കൂർ സമയം വെച്ച് പഠിച്ച് ഇത്ര സമയം ഫുഡ് അങ്ങനെയൊക്കെ വീട്ടിൽ നിന്നൊക്കെ റെഡിയാക്കാൻ പറ്റിയിരുന്നോ? ഫുഡ് അങ്ങനെ ഒരു ലഞ്ച് ബ്രേക്ക് അങ്ങനത്തെ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നുമില്ല. വിശക്കും പോയി തിന്നു അങ്ങനെ ഒരു ഇതിലായിരുന്നല്ലേ? ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരും അവരൊക്കെ കേൾക്കുന്നതാണ്. അപ്പോൾ അവരോട് എന്താണ് പറയുക, അതായത് ഒരു ദിവസം തന്നെ എല്ലാ സബ്ജക്റ്റും പഠിക്കണം അതാണോ നല്ലത്, അത് മിക്സഡ് സ്റ്റഡീസ് അതാണോ നല്ലത്, അതോ ഈ ദിവസം ഈ സബ്ജക്റ്റ് അങ്ങനെയായിരുന്നു? എങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു? ഞാൻ മിക്സ്ഡ് ആയിട്ടാണ് പഠിക്കുന്നത്. ഒരു ബയോളജി ചാപ്റ്റർ പഠിച്ചാൽ പിന്നെ ഒരു ഫിസിക്സ് ചെയ്യും. കാരണം ഫിസിക്സ് ഒക്കെ കുറെ പ്രോബ്ലം ചെയ്ത് തരുമ്പോഴേക്കും പിന്നെ ക്ഷീണമാവും. പിന്നെ ബയോളജി എടുത്ത് പഠിക്കും. ഒരു ബോറിങ് പോവും. ഓക്കെ. ആ ഒരു മിക്സഡ് സ്റ്റഡീസ് ആണ് നല്ലത് എന്നുള്ളൊരു അഭിപ്രായമാണ് ഐഷയ്ക്ക് ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു മിക്സഡ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സബ്ജക്ട് എല്ലാ ദിവസവും എല്ലാത്തിനെ പറ്റിയിട്ടും ഇപ്പോൾ നമ്മള് എല്ലാ ദിവസവും അതിനെ പറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഒരു ചാപ്റ്റർ ആണെങ്കിലും നമ്മൾ അതിനെ പറ്റി റിവൈസ് ചെയ്യാണ്. അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ ടച്ച് പോലെ പിന്നെ ഒരു മടുപ്പോ അല്ലെങ്കിൽ അയ്യോ അത് ചെയ്യേണ്ട എന്നുള്ളൊരു ഫീലിങ്ങോ വരില്ല അല്ലെ? എന്തെങ്കിലും ഉപദേശമായിട്ട് കൊടുക്കാനുണ്ടോ? അതായത് ഇങ്ങനെ തളരരുത് അങ്ങനെയൊക്കെ?
അങ്ങനെ എന്തെങ്കിലും ഇല്ല? അങ്ങനെ ഒന്നും പഠിക്കാണ്ടോട്ടുള്ള എന്തൊരു പഠി. ഇപ്പൊ നമ്മള് ഐഷ ഇപ്പൊ ജോയിൻ ചെയ്ത് വന്നതാണ് എയിംസ് ഡൽഹിയില്. നമ്മള് അവളുടെ സ്വപ്നം പോലെ എല്ലാം ജോയിൻ ചെയ്തു, എല്ലാം സെറ്റായി വന്നതാണ്. ഇനി നെക്സ്റ്റ് വീക്ക് തൊട്ട് ക്ലാസ് തുടങ്ങി അങ്ങനെ പോവാണ്. അപ്പോൾ ഇനി വരുന്ന ബാച്ചസിന്, അതായത് ഇപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നവര്, പ്ലസ് പഠിക്കുന്നവർക്ക്, ഇങ്ങനെ എൻട്രൻസിന് വേണ്ടി പഠിക്കുന്നവരോട് എന്തെങ്കിലും ഉപദേശം പോലെ, അല്ലെങ്കിൽ ദ മാജിക് എന്തെങ്കിലും ഒരു എന്താ സീക്രട്ട്, എന്റെ സക്സസിന്റെ സീക്രട്ട്, അങ്ങനെ എന്തെങ്കിലും പറയാനോ അങ്ങനെ ഷെയർ ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടോ? പഠിക്കേണ്ടവര് എങ്ങനെയായാലും ഏത് സാഹചര്യത്തിലായാലും പഠിക്കണല്ലോ. എന്താണ് പിന്നെ ഒന്നുമില്ല, ഒരിക്കലും തളരരുത്. എനിക്ക് പറ്റും എന്നുള്ളൊരു ഫീൽ ആയിരിക്കണം. വേറെ ഉള്ളതായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. എക്സാം എഴുതുമ്പോഴും അതുകൊണ്ട് എനിക്ക് മറന്നു, എനിക്ക് ഓർമ്മ ഉണ്ടാവും. എഴുതാൻ കുറെ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും ഒക്കെ ഓർമ്മ ഉണ്ടാകുമ്പോൾ ചെയ്താൽ തന്നെ കുറെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമ്മളെ തന്നെ വിശ്വസിക്കാം അല്ലെ, എല്ലാം ശരിയാവും എന്നുള്ളൊരു ഇതില് കോൺഫിഡന്റ് ആയിട്ട് എഴുതാം. എയിംസ് ഡൽഹി സ്വപ്നം കണ്ട് നടന്ന് അവസാനം അഡ്മിഷൻ എടുക്കാൻ പോയപ്പോല്ലേ പോയത് ലാസ്റ്റ് ടൈം. ഓക്കെ, അങ്ങനെ എത്തിയപ്പോ, അതായത് നമ്മളിപ്പോ ഒരു കൊല്ലമായിട്ട് നമ്മൾ തലയിൽ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു സംഭവം ആ ഒരു മൊമെന്റ് കാണുമ്പോ അങ്ങനെ എന്തായിരുന്നു ഫീലിംഗ്, എന്തായിരുന്നു എക്സൈറ്റ്മെന്റ്, അങ്ങനെ എന്തായിരുന്നു തോന്നിയത്? അപ്പൊ ഭയങ്കര ഹാപ്പി ആയിരുന്നു. വലിയ ക്യാമ്പസ് ആണ്. പേടിയുണ്ടോ? പിന്നെ പുറത്തല്ലേ, ആ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ കൊറേ ആൾക്കാരും കാര്യമൊക്കെ ആണ്. പിന്നെ നമ്മൾ കേരളക്കാരെ പോലൊന്നും അല്ലല്ലോ നോർത്തിലേക്കൊന്നും. ആ ഒരു വ്യത്യാസം, കൾച്ചറിന്റെ വ്യത്യാസം, അങ്ങനെയൊക്കെ പേടിയുണ്ടോ, ടെൻഷൻ ഉണ്ടോ? വേറെ വലിയ പ്രശ്നമില്ല. എന്നാലും ഇല്ല, ഹിന്ദിയൊക്കെ അറിയോ? കുറച്ചൊക്കെ ക്യാക്കാണോ? അവിടെ ചോദിച്ചു ഹിന്ദി അറിയാം, ഞാൻ അപ്പം തന്നെ മനസ്സിലായിട്ടോ കാര്യമായിട്ടൊന്നും അറിയില്ല. അത് സാരല്ല, നമ്മള് പോയി ഇനിയിപ്പോ എല്ലാവരും ഇങ്ങനെ പഠിച്ചു വരാലോ നമുക്ക്. ഓക്കെ, അപ്പൊ വേറൊരു ലാംഗ്വേജ് ആണ്, വേറെ കൾച്ചറാണ്, വേറെ സ്ഥലം, എന്നാലും സ്വപ്നം കണ്ടതെന്നുള്ളൊരു ആ ഒരു സന്തോഷം ഉണ്ട് അല്ലേ ആ പോകുമ്പോഴുള്ള. ഇപ്പൊ എയിംസിലൊക്കെ പോവാണ്. അപ്പൊ ഞാനിങ്ങനെ കഴിഞ്ഞ ഇന്റർവ്യൂസിലൊക്കെ ആയിട്ട് കേട്ടു എന്താ കാർഡിയാക് സർജൻ ആവാനാണ് ഇഷ്ടം. അത് എങ്ങനെയാ ശരിക്കും കേട്ടറിഞ്ഞ് അങ്ങനെയാണോ അതോ അറിയാണ്ടെങ്കിൽ പറഞ്ഞു പോയതാണോ? അതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. ഇപ്പൊ എനിക്ക് എങ്ങനെ തോന്നുന്നത് കാർഡിയാക് സർജനൊക്കെ ആവണം. പിന്നെ നമ്മൾ 5 കൊല്ലം പഠിച്ച് നമ്മൾ ടേസ്റ്റ് എന്താക്കും, ഒരു 5 കൊല്ലത്തിനുള്ളിൽ എന്തൊക്കെ മാറി അതൊന്നും പറയാൻ കഴിയില്ലല്ലോ. ഇനി ഭാവിയിലെ ചിലപ്പോ CVT സർജൻ തന്നെ ആയിന്ന് വരാം അല്ലേ. അപ്പൊ ചിലപ്പോ അങ്ങനെയുള്ള ആളോട് ആയിരിക്കും നമ്മളിപ്പോ ഇന്റർവ്യൂ ഒക്കെ ഞാൻ സൂക്ഷിച്ചു വെക്കുക അതൊക്കെ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈം. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ള ഒരു ഫ്രം ദി ബോട്ടം ഓഫ് ഹാർട്ട് ഓൾ ദി ബെസ്റ്റ്. അതായത് ഇനിയൊരു 4.5 ഇയേഴ്സ് ഉണ്ട്, ഒരു ഹൗസ് സർജൻസി ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ദ ബെസ്റ്റ് ഇയേഴ്സ് ഓഫ് ലൈഫ് ആയിരിക്കും. അത് നീ വിചാരിച്ച പോലെ തന്നെ അക്കാഡമിക് ലൈഫ് ആണെങ്കിലും കോളേജ് ലൈഫ് ആണെങ്കിലും എല്ലാം നല്ല കിടലും പോലെ നല്ല ഉഷാറായി എൻജോയ് ചെയ്യാൻ പറ്റത്തെ ഒരു ബെസ്റ്റ് ഡോക്ടർ, ഒരു നല്ലൊരു ഡോക്ടറായിട്ട് പുറത്ത് വരാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.